ഹായ് ഹലോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നൊരു കാര്യം പറയാൻ വന്നിരിക്കുകയാണ്. മനസ്സുകൊണ്ട് സന്തോഷിക്കണമെന്ന് ചോദിച്ചാൽ സന്തോഷിക്കാൻ കഴിയില്ല, എന്നാൽ സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സന്തോഷിക്കാതിരിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, എൻ്റെ ആങ്ങള മരിച്ചിട്ട് ഇന്നിപ്പം 3 മാസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കൊല്ലം ഓണവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആർക്കും ഓണക്കോടി എടുക്കാത്ത ഒരു കാര്യം ഒന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ എന്നും സാധനം വാങ്ങിക്കാൻ പോകുന്നൊരു കടയുണ്ട്. അവിടെ സെയിം ഏകദേശം എൻ്റെയൊക്കെ ഏജിലുള്ളൊരു കുട്ടി അവിടെ ഉണ്ട്. അവിടെ സാധനം വാങ്ങിക്കാൻ ചെന്ന് അവളെ ഞാൻ ഒരുപാട് എന്താ പറയുക, സാധനം വാങ്ങിക്കാൻ ചെന്ന് അവളുമായിട്ട് നല്ല കൂട്ടായി ഞാൻ. അപ്പം അങ്ങനെ ഇടയ്ക്ക് വിളിക്കും, പറയും, പോയി കാണാറുണ്ട്, എടുക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാനിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ കടയിലൂടെ വരണേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടീന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ കാര്യമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ അടുത്തോട്ട് കട ചെന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്കൊരു ഓണക്കോടി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആൾ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെനിക്കൊരു ഓണക്കോടി എടുത്ത് തരുമെന്നുള്ളത്. കാരണം ഞങ്ങൾ അത്രമേ നല്ല കൂട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഓണക്കോടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അവൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ് എനിക്കൊരു ഓണക്കോടി അവൾ എടുത്ത് തന്നുള്ളൂ. ഓൺലൈൻ അങ്ങോട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ കാണിക്കാനായിട്ട് എന്നെ വിളിച്ചതാണ്. എന്തോ എനിക്ക് കയ്യിലോട്ടത് കിട്ടിയപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ മനസ്സിന് സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് ആൾ നല്ല ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കേണ്ട സമയം, ഞങ്ങൾ ഹാപ്പിയായിട്ടിരിക്കേണ്ട സമയമാണ്. അപ്പം അവൻ്റെ മരണത്തോടു കൂടി ഇപ്രാവശ്യം ഓണമൊന്നും ഞങ്ങൾ ആഘോഷിക്കുന്നില്ലെന്ന് വിചാരിച്ച് ആർക്കും ഓണക്കോടി എടുത്തില്ല. ഒരു സാധനം, ഒരു പുത്തനൊന്നും വാങ്ങിയിട്ടില്ല, ഓണമൊന്നുമില്ലെന്നും പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് ഇവളെന്നെ വിളിച്ച് എനിക്കിത് തന്നത്. അപ്പോൾ എനിക്കിത് വാങ്ങിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. അല്ല പിന്നെ അവൾക്കത് വിഷമമാവും. കാരണം എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ പങ്കുകൊള്ളുന്നവളാണ്. അപ്പോൾ പിന്നെ അത് എടുത്തില്ല, ഞാൻ അവളുടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ അവൾക്കത് അതിനെക്കാട്ടി വിഷമം വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. ഞാൻ നിങ്ങളെ കാണിക്കാൻ, എന്തേ കണ്ടോ, ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു ഓണക്കോടിയൊക്കെ ആളെടുത്ത് വെച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പം എന്തായാലും കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനിതെൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എനിക്ക് ആദ്യമായിട്ടാണ് ഫ്രണ്ട്സുകളിൽ ഒരാൾ എനിക്കൊരു ഓണക്കോടി എടുത്ത് തരുന്നത്. എനിക്ക് അത്രമേ സന്തോഷമുണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. കാരണം എൻ്റെ ആങ്ങളയില്ല, ഓണത്തിന് ആങ്ങളയില്ല, ആ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇത് തന്നപ്പോൾ എനിക്ക് മേടിക്കാതിരിക്കാനും പറ്റിയില്ല. പറഞ്ഞില്ലേ, രണ്ടവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പം ഞാൻ. അപ്പം ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. അപ്പം ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.